പവർ കട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പവർ കട്ട് വേണ്ടി വന്നു. പക്ഷെ അതുകൊണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ പിന്നെ സർജറി നടത്താൻ അതിന് ശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. അല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങി വയ്ക്കുക. അത് രണ്ടും ചെയ്യാതെ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. ഇതിനൊക്കെ പ്രതികരിക്കാതിരിക്കണം എങ്ങനെയാണ് മുരളീധരൻ സാറേ? ഇപ്പോൾ ഒരു രോഗിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണം, അത് എമർജൻസി അല്ല, എപ്പോഴെങ്കിലും ചെയ്താൽ മതി, വലിയ കുഴപ്പങ്ങളില്ലാത്ത ഒരു രോഗിയാണ്. അങ്ങനെയുള്ള രോഗികൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, പവർ കട്ട് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അത്യാസന്ന നിലയിൽ വല്ല അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഒരു രോഗിനെയും കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യൂ, കണ്ടു വരട്ടെ, പവർ കട്ടാണ് എന്ന് പറയാൻ പറ്റുമോ സാറേ? അങ്ങനെ പറയുന്ന ഏത് ഡോക്ടർമാരാണ് ഉള്ളത് ഇവിടെ? സാറേ, ഡോക്ടർമാർക്ക് ഒരു ധാർമ്മികതയുണ്ട്, അത് ഇംഗ്ലീഷിൽ എത്തിക്സ്. ഒരു രോഗി, ഒരു അത്യാസന്ന നിലയിൽ ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെട്ടമില്ലെങ്കിലും വെളിച്ചമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ രോഗിയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഡോക്ടർമാരുടെ ലക്ഷ്യം. അപ്പോൾ അവർ കറണ്ട് ഇല്ലെങ്കിലും അവർ അവരുടെ മൊബൈലിൽ ആ ടോർച്ച് വെളിച്ചം വെച്ച് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് ചെയ്യും. അതിന് അവർക്കെതിരെ നടപടി എടുക്കുമെന്നോ? എന്താണ് സാറേ ഈ പറയണത്? പിന്നെ പറഞ്ഞല്ലോ ജനറേറ്റർ വാങ്ങി വയ്ക്കുക. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജനറേറ്റർ മേടിച്ച് വെക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരുമാണോ? അതോ അത്യാസന്ന നിലയിൽ വരുന്ന രോഗി ജനറേറ്ററുമായിട്ട് വന്നോ? ആരോഗ്യ വകുപ്പല്ലേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജനറേറ്റർ മേടിച്ച് കൊടുക്കേണ്ടത്, അല്ലാതെ അവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാറ് എല്ലാ ചെറിയ ചെറിയ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ഓരോരോ ജനറേറ്റർ മേടിച്ച് കൊടുക്കൂ, അപ്പോൾ ആ പ്രശ്നം തീരും. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാർ ഒന്നുകൂടിയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ പറയുക. അതല്ല സാർ ഇതുപോലെ തന്നെ സംസാരവും പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ സാറിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള പവർ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് കട്ടായി പോകും, പവർ കട്ട്.